പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വെടിനിർത്തലിനായി ഒരു ചെറിയ കരാറുമായിട്ടാണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. അത് ഒരു കരാർ എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു ചെറിയ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഒരു ബന്ദികളെ മോചിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമായിട്ട് ഉണ്ട് എന്നാണ് ഈജിപ്തിൽ നിന്നുള്ള വാർത്ത വരുന്നത്. ഈ ലെബനീസ് പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫിലാഡൽഫി ഇടനാഴിയിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലെ ഒരു പോയിന്റ് തന്നെയായിരുന്നു. ഫിലാഡൽഫി ഇടനാഴിയിൽ IDF അതായത് ഇസ്രായേൽ സേനയുടെ സാന്നിധ്യം കുറയ്ക്കണമെന്നുള്ളത്. അതിൽ ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഈ പത്രം പറയുന്നത്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും സേനയെ കുറയ്ക്കുന്നത്. പൂർണ്ണമായ തോതിൽ പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇടനാഴി പരിസരത്തുൾപ്പെടെ തുരങ്കങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഇസ്രായേൽ സേന പ്രവർത്തിക്കും. രണ്ടാമത്, അതിർത്തിയിലൂടെയുള്ള ആയുധക്കടത്ത് തടയാൻ ഹൈടെക് സംവിധാനം ഉപയോഗിച്ച് നിരീക്ഷിക്കും. അതായത് ഈ ഇസ്രായേൽ സേനയെ ഘട്ടം ഘട്ടമായി പിൻവലിക്കുകയും അവിടെ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാകുകയും ചെയ്യും. അവിടെ ഒരു അതോറിറ്റിക്ക് ക്രോസിംഗിൽ പരിശോധിക്കാനും മറ്റും ഒരു ഏജൻസിയെ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയെ ചുമതലപ്പെടുത്തും. പക്ഷേ അവിടെ ഇസ്രായേൽ സേനയുടെ സാന്നിധ്യം ഉണ്ടാകും, ഹൈടെക് നിരീക്ഷണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. പക്ഷേ ഏതായാലും ഈ ഹമാസ് മുൻപോട്ട് വച്ചിരിക്കുന്ന ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പൂർണ്ണമായി സേനയെ പിൻവലിക്കണം. അതിന് ഇസ്രായേൽ തയ്യാറല്ല, പക്ഷേ ഘട്ടം ഘട്ടമായി പിൻവലിക്കാൻ തയ്യാറാണ്. ഇത് തന്നെയായിരുന്നു ഈജിപ്തും അമേരിക്കയും ഖത്തറും തമ്മിൽ എടുത്ത ആ ഒരു നീക്കത്തിൻ്റെ ഒന്നാം ഘട്ടം. ഘട്ടം ഘട്ടമായി പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇസ്രായേൽ സമ്മതിച്ചു എന്നാണ് ഈ പത്രം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഒരു സമ്മതം ലഭിച്ചിട്ടുണ്ട്. ഇനി മറുഭാഗമാണുള്ളത്. പക്ഷേ ഹമാസ് പറയുന്നത് ഘട്ടം ഘട്ടമായി അനുവദിക്കാൻ കഴിയില്ല, ഒറ്റയടിക്ക് അവിടുന്ന് സൈന്യത്തെ പിൻവലിക്കണം. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.